റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ വിനായകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള സിയാദ് കോക്കർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ മേഖലയിൽ നിൽക്കുന്ന ചില വ്യവസ്ഥിതികളെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. അപ്പോൾ അതിന് ചില ആൾക്കാർ പ്രതികരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നായക നടന്മാരാരും പ്രതികരിച്ചില്ല. അത് അവരുടേതായിട്ടുള്ള രീതിയായിരിക്കും. പക്ഷേ വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ച്, പക്ഷെ അദ്ദേഹം പ്രതികരിച്ച വാക്കുകളോട്, അതായത് അദ്ദേഹം പ്രതികരിച്ച സ്റ്റൈലിനോട് അല്ലെങ്കിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവൃത്തികളോടും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതിനകത്ത് മാത്രമാണ് എനിക്ക് സന്തോഷമുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുകയും ചെയ്ത് അതിൻ്റെ അവസാനം ഞാൻ പടം അഭിനയിക്കും, പ്രൊഡ്യൂസ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും, അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. ആ വാക്കുകളോടും ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ ചില വാക്കുകളോട് ഈ പറഞ്ഞ കണക്ക് കുറച്ചുകൂടെ ഒരു നല്ല രീതിയിലായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ളൊരു വാക്ക് പറഞ്ഞെങ്കിൽ അതിനോടും നമുക്ക് യോജിക്കാമായിരുന്നു. പക്ഷേ ഇതിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും വിനായകൻ്റെ പ്രതികരണം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. വിനായകൻ പ്രതികരിച്ചു എന്നുള്ളത് കാര്യം. അപ്പോൾ അതിനെതിരെ സിയാദ് കോക്കർ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. വിനായകനെ സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ല വിനായകൻ ഒരു പടമെടുത്ത് തിയേറ്ററിൽ കാണിക്കൂ എന്നുള്ള രീതിയിലൊക്കെ സിയാദ് കോക്കർ പറഞ്ഞതായിട്ടും ഒരു വാർത്ത കാണാൻ ഇടയായി. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം സുരേഷ് കുമാർ ആയാലും ശരി, സിയാദ് കോക്കർ ആയെങ്കിലും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരാരും സിനിമയിൽ ഇപ്പോൾ സജീവമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഒന്നുമല്ല. തിയേറ്ററുകാർ, അതായത് എക്സിബിറ്റേഴ്സ് എന്ന് പറയുന്ന തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമ പ്രദർശിപ്പിക്കാനുള്ള സിനിമ അവരുടെ തിയേറ്ററിലേക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് അവർക്ക് ഏറ്റവും പ്രധാനം. ഇവിടുത്തെ മലയാള സിനിമയിലെ ഇന്നത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നിർമ്മാതാക്കളെ എടുത്താൽ അതിൽ മമ്മൂട്ടി കമ്പനിയുണ്ട്, ആശീർവാദുണ്ട്, വേഫെയറുണ്ട്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ഇവരെല്ലാം ഇന്നും മലയാളത്തിൽ, അത് ഗോകുലം പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഗോകുലം മൂവീസ് ഉണ്ട്. ഇവരെല്ലാം മലയാളത്തിലെ അല്ലെങ്കിൽ ലിസ്റ്റ് സ്റ്റീവൻ്റെ കമ്പനിയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സാണ്. അത് സജീവമായിട്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ് ഇവരെല്ലാവരും. എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സിയാദ് കോക്കറിൻ്റെയോ അല്ലെങ്കിൽ സുരേഷ് കുമാറിൻ്റെയോ വാക്കുകൾ കേട്ട് കുറേ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ ഇവിടെ സിനിമ ഉണ്ടാകത്തില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ സിനിമ ഉണ്ടാവും. അതായത് അമ്മ അസോസിയേഷനിൽപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും ടൊവിനോ തോമസിനെയും ഉൾപ്പെടെയുള്ള എല്ലാവരും അവരഭിനയിക്കാൻ തയ്യാറാണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്, അവരുടെ സിനിമകൾ വന്നാൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനും തയ്യാറാണ്. ഇതെനിക്ക് പറയുമ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തെ പ്രമുഖരായിട്ടുള്ള സിബി മലയിലിൻ്റെയും കമലിൻ്റെയൊക്കെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ അന്നത്തെ കുറേ ഡയറക്ടേഴ്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും പോലുള്ള മുൻനിര നായകന്മാരെ ഒഴിവാക്കിയിട്ട് നമുക്ക് പുതുമുഖങ്ങളെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്യാം. അതായത് അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പുതുമുഖങ്ങൾ വരും, അതുപോലെ ഒരു താരാധിപത്യം അവസാനിക്കും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ ഇവർക്കൊരു അഡ്വൈസ് കൊടുത്തു. അഡ്വൈസ് മറ്റൊന്നുമല്ല, നമ്മൾ അങ്ങനെ തീരുമാനിച്ച് പ്രമുഖരായിട്ടുള്ള താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പുതുമുഖങ്ങളെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ മുതിർന്ന താരങ്ങൾ, അതായത് ഈ താരാധിപത്യമുള്ള താരങ്ങൾ വിചാരിക്കുക നമുക്കൊരു കാര്യം ചെയ്യാം, കുറേ പുതുമുഖ സംവിധായകരെ ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന അന്നത്തെ പ്രമുഖരായിട്ടുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ചരിത്രം തന്നെ ഒരു പഴങ്കഥയായി മാറും. കാര്യം പുതിയ താരാധിപത്യത്തിലൂടെ ഇപ്പം പ്രത്യേകിച്ച് മമ്മൂക്കയും ലാലേട്ടനെയും അന്ന് സുരേഷ് ഏട്ടനെയും ജയറാമേട്ടനെയും പോലുള്ള ആൾക്കാർ ഡേറ്റ് കൊടുത്ത് ഒരുപാട് പുതുമുഖ സംവിധായകരെ കൊണ്ടുവന്നാൽ ഈ പറയുന്ന അന്ന് കത്തി നിൽക്കുന്ന സംവിധായകരെല്ലാം അപ്രസക്തമായി മാറും എന്ന് അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കണ്ട എന്ന് ഈ കൂട്ടത്തിൽ ആരോ ഒരാൾ ഇങ്ങനത്തെ തീരുമാനം പറഞ്ഞ ഡയറക്ടേഴ്സിനെ ഉപദേശിച്ച ഒരു വാർത്ത ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം സുരേഷ് കുമാറോ സിയാദ് കോക്കറോ ഒക്കെ, ഇപ്പോൾ സിയാദ് കോക്കറിനെ ആയിരുന്നു തോന്നുന്നു ദേവദൂതൻ. അപ്പോൾ സിയാദ് കോക്കർ, എനിക്ക് തോന്നുന്നു സിയാദ് കോക്കർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം റിലീസിന് ശേഷം അദ്ദേഹം എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കേട്ട്, ദേവദൂതൻ വീണ്ടും ഒരു നാഷണൽ അവാർഡിന് അയക്കണം, അതിന് വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർക്കും വേറെ ആർക്കാണ്ടുമൊക്കെ നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമിക്കണം. സിനിമയുടെ ഒരു നിയമം പോലും അറിയാത്ത ആളാണ് സിയാദ് കോക്കർ. അതായത് എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ ആൾ സിയാദ് കോക്കർ തന്നെയാണെങ്കിൽ, അതായത് ആ സിനിമയുടെ നിർമ്മാതാവ് സിയാദ് കോക്കർ തന്നെയാണ്, അദ്ദേഹമാണ് അതിന് നിർമ്മാതാവ് തന്നെയാണ് പറഞ്ഞത് സിയാദ് കോക്കർ ആണെങ്കിൽ, അദ്ദേഹം നിയമം പോലും അദ്ദേഹത്തിന് അറിയില്ല. ഒരിക്കൽ സെൻസർ ചെയ്ത് ഒരു സിനിമ പ്രദർശനത്തിയിട്ട് കുറേ നാൾ കഴിഞ്ഞ് അതൊരു റിലീസിൽ കൂടെ കൊണ്ടുവന്ന് പുതിയൊരു വർഷത്തെ സിനിമയാക്കി ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ വീണ്ടും അവാർഡിനെ തള്ളി അയക്കാമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള
അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളെയൊക്കെ കുറിച്ച് കേട്ട്. അപ്പം അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളായിട്ട് അദ്ദേഹത്തിനെ കണ്ടാൽ മതി. അപ്പം ഞാൻ പറഞ്ഞാണ് ഇപ്പോൾ സുരേഷ് കുമാറും സിയാദ് കോക്കറും ഉൾപ്പെടെയുള്ള ഇവരുടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇവർ പറയുന്ന ആൾക്കാരൊന്നും പടം എടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ തിയേറ്ററിലൊന്നും പടം പ്രദർശിപ്പിക്കാതിരിക്കത്തില്ല, പടം ഉണ്ടാക്കാതിരിക്കത്തില്ല, അത് കാണാൻ പ്രേക്ഷകൻ ചെല്ലാതെ ഇരിക്കത്തില്ല. തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടാവും. കാര്യം ഇപ്പോൾ ഈ സുരേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിയാദ് കോക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ആരെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത്? ഇവരൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് കഴിവ് തെളിയിക്കുക പോലും ചെയ്യാത്ത ചില നവാഗതരെന്ന് പറയുന്ന ചില ആൾക്കാരെ വെച്ച്, ചില പുതുമുഖ താരങ്ങളെ വെച്ച്, അല്ലെങ്കിൽ തന്നെ സിനിമയിൽ കാര്യമായിട്ടുള്ള റോളുകളൊന്നും ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ യുവതാരങ്ങളെ വെച്ചായിരിക്കും ഇവർ ഒരുക്കുന്ന സിനിമ. അപ്പുറത്തെ സൈഡിൽ സിനിമ കൊണ്ടുവരുന്നത് ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്കയും ലാലേട്ടനെയും പോലെ അല്ലെങ്കിൽ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും ഒക്കെ പോലുള്ള ആൾക്കാരുടെ സിനിമകളായിരിക്കും അപ്പുറത്തെ സൈഡിൽ തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രേക്ഷകൻ പറയുമോ ഞങ്ങൾക്ക് ഇവരുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒന്നും സിനിമ വേണ്ട, ഞങ്ങൾക്ക് സുരേഷ് കുമാർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സിയാദ് കോക്കർ നിർമ്മിക്കുന്ന അങ്ങനെ ആരെങ്കിലുമൊക്കെ നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകത്തുള്ളെന്ന് ഏതെങ്കിലും പ്രേക്ഷകൻ പറയുമോ? തിയേറ്റർ ഉടമസ്ഥന്മാർ പറയുമോ ഞങ്ങൾ ഈ തിയേറ്ററൊക്കെ അടച്ചു പൂട്ടുക, ഞങ്ങൾക്ക് ഇനി മമ്മൂട്ടി കമ്പനിയുടെ, ഞങ്ങൾക്ക് ഇനി ആശീർവാദിൻ്റെ, ഞങ്ങൾക്ക് വേഫെയറിൻ്റെ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഒന്നും സിനിമ ഞങ്ങൾക്ക് വേണ്ട, ഗോകുലത്തിൻ്റെ ഒന്നും സിനിമകൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സുരേഷ് കുമാറും സിയാദ് കോക്കറിനെ പോലുള്ള ആൾക്കാർ പടം നിർമ്മിച്ചിട്ട് അത് തിയേറ്ററിലെത്തുമ്പോൾ മാത്രമേ ഞങ്ങളുടെ തിയേറ്ററിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കത്തുള്ളെന്ന് ഏതെങ്കിലും തിയേറ്റർ ഓണേഴ്സ് പറയുമോ? അങ്ങനെ ഒന്നും പറയത്തില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന കണക്ക് ഞങ്ങളും ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഷോ ഇല്ല, നമ്മൾ പറഞ്ഞ കണക്ക് വെറുതെ ഒരു ഷോ കാണിക്കുന്നവർ. അതിനപ്പുറത്തോട്ടൊന്നും ഇവർക്ക് യാതൊരു കാര്യമില്ല. അപ്പോൾ വിനായകൻ തന്നെ നാളെ ഇപ്പോൾ ഒരു പടം വിനായകനെ ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നി, അല്ലെങ്കിൽ വിനായകൻ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി, വിനായകൻ അഭിനയിച്ച് വിനായകൻ തിയേറ്ററിൽ കൊണ്ടുവന്ന ഇവരാരെങ്കിലും തടയാൻ പോകുമോ? ഇവരെന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പം പടം ഓടുമായിരിക്കും, ചിലപ്പം പടം പരാജയപ്പെടുമായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് വിനായകൻ പ്രതികരിച്ചു എന്നതോടെ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അവിടെയും ഞാൻ പറഞ്ഞ കണക്ക് അവസാനം ഈ പറഞ്ഞ കണക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ കണക്ക് ചില വാക്കുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോടെ ഞാൻ പറഞ്ഞ കണക്ക് അത് കുറച്ചുകൂടെ അദ്ദേഹം മയപ്പെടുത്തി നല്ല രീതിയിൽ ഇപ്പം മകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വാങ്ങിക്കുന്ന പ്രതിഫലം എത്ര ആണെന്നുള്ളത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചോദിച്ചെങ്കിൽ അതിനോട് ഞാൻ യോജിച്ചേനെ. പക്ഷേ ഈ വാക്കുകളോട്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം സ്റ്റൈലുണ്ടല്ലോ, അതിനോട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരാളെങ്കിലും സിനിമാ ലോകത്തുനിന്ന് പ്രതികരിക്കാൻ തയ്യാറായല്ലോ എന്നുള്ള ഓർത്തിട്ട് ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് സിയാദ് കോക്കറിൻ്റെയും സുരേഷ് കുമാറിൻ്റെയും ഒന്നും ഉമ്മാക്കി കാണിച്ചുള്ള പേടിപ്പിപ്പ് വലിയ മമ്മൂക്കയും ലാലേട്ടനെയും പോലുള്ള താരങ്ങളോടും വേണ്ട. സിനിമ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്ത് 150 രൂപ, 170 രൂപ, 200 രൂപ, 250, 450, 550 ഒക്കെ പൈസ കൊടുത്ത് തിയേറ്ററിലേക്ക് പോയി കാണാൻ തയ്യാറായിട്ടുള്ള പ്രേക്ഷകനോടും വേണ്ട. അതൊക്കെ കാണണമെന്നവർ പോയി കണ്ടോളും, പടം എടുക്കേണ്ടുന്നവർ എടുത്തോളും, തിയേറ്ററിൽ കൊണ്ടുവന്നോളും, പ്രദർശിപ്പിച്ചോളും. അത്രമാത്രം. താങ്ക് യു.